കരിയർ ഗ്രാഫിലേക്ക് ഏവർക്കും സ്വാഗതം. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും. എന്നാൽ വായനയ്ക്ക് സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരാളായെങ്കിലോ? ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്ന കോഴ്സിനെ കുറിച്ചും അതിൻ്റെ കരിയർ സാധ്യതകളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു തൊടുപുഴ BA ട്രെയിനിങ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീജിത്ത് K. നായർ സർ. സ്വാഗതം സർ. നമസ്കാരം. ലൈബ്രറി കോഴ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് വരിക അത് വെറും ഒരു ലൈബ്രറിയൻ ആവാനുള്ളതല്ലേ? ആ വെറുമൊരു എന്നുള്ളൊരു പുച്ഛഭാവമായിരിക്കാം ലൈബ്രറിയൻസിൻ്റെ എണ്ണം വളരെ കുറവായിട്ട് കാണപ്പെട്ടുകൊണ്ടിരുന്നതും. എന്താണ് സാർ ശരിക്കും ഈ ലൈബ്രറി കോഴ്സ്? ശരിയാണ്, നമ്മളൊരു കോർണർ ചെയ്തിട്ടിരുന്ന ഒരു വിഭാഗം ആളുകളായിരുന്നു ലൈബ്രറിയന്മാർ. എന്നാൽ ഇന്ന് അത് മാറി. അപ്പോൾ അതിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് ഈ കരിയർ ചൂസ് ചെയ്യുമ്പം ചില ആളുകൾക്ക് വളരെ ഫിസിക്സ് ജോലി ചെയ്യാനാണ് ഇഷ്ടം, ചില ആളുകൾക്ക് വളരെ ബ്രെയിൻ ഉപയോഗിച്ച് ജോലി ചെയ്യാൻ ഇഷ്ടമുള്ള കുട്ടികളുണ്ട്. അങ്ങനെ ഓരോ സയൻസിനോട് താല്പര്യമുള്ള കുട്ടികൾ, എഴുതാനും വരയ്ക്കാനും അങ്ങനെയുള്ള ലോജിക്കൽ റീസണിങ് ഉപയോഗിച്ച് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനുള്ള താല്പര്യമുള്ളവർ. അപ്പം ഈ നാനാ വിഭാഗത്തിലുള്ള ആളുകളിൽ വളരെ കാമാൻ ക്വയറ്റായിട്ട് ഇരുന്ന് പുസ്തകങ്ങളും എല്ലാം വായിച്ച് അറിവിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ അതിനോടൊക്കെ താല്പര്യമുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഫീൽഡാണ് ഈ ലൈബ്രറി സയൻസ് എന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ പണ്ടൊന്നും സ്കൂളുകളിലോ അല്ലെങ്കിൽ കോളേജുകളിലോ ഒന്നും വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. പക്ഷേ ഇപ്പം നമ്മുടെ ഒരു നോളജ് കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ കാലമാണ്. അതായത് അറിവും ഇപ്പോൾ ഫിസിക്കലായിട്ട് കെട്ടിടം പണിയുന്നത് പോലെ അറിവും നിർമ്മിക്കപ്പെടുകയാണ്. പണ്ട് നമ്മളുടെ ഒരു ബേസിക് അധ്യാപകന്റെ അറിവ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു. അധ്യാപകന്റെ അക്കൗണ്ടിൽ നിന്നും പൈസ അല്ലെങ്കിൽ ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ കുറച്ച് അറിവ് നോളജ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന നോളജിന് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അതിനോടൊരു സ്നേഹം കുട്ടികൾക്ക് തോന്നില്ല. നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയ്ക്ക് വേറൊരു വിലയാണെന്ന് പറയുമല്ലോ. എന്ന് പറഞ്ഞ പോലെ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന അറിവിന് അതിന് ഒരു നമ്മുടെ സ്വന്തം സൃഷ്ടിയായിട്ട് തോന്നും, അതിനോടൊരു സ്നേഹം കൂടുതൽ തോന്നും. അതാണ് ഇപ്പം ആ ഒരു തിരിച്ചറിവ് വന്നതുകൊണ്ട് എല്ലാ കലാലയങ്ങളിലും, സ്കൂൾ തലത്തിലായിക്കോട്ടെ കോളേജ് തലത്തിലായിക്കോട്ടെ, എല്ലാ കലാലയങ്ങളിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം ഈ നോളജിൻ്റെ നിർമ്മാണം, അതിൻ്റെ ട്രാൻസാക്ഷൻ, അതിനെല്ലാം വലിയ പ്രാധാന്യം കൊടുത്തപ്പോൾ ഈ അറിവ് അതിനെ എങ്ങനെ പ്രോസസ്സ് ചെയ്യണം, അതിനെ എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യണം, അതിനെ എങ്ങനെ സൂക്ഷിക്കണം, പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കണം, ഈ തരം കാര്യങ്ങളെല്ലാം ശാസ്ത്രീയമായ രീതിയിൽ പഠിക്കേണ്ടതായിട്ട് ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണ് ഈ ലൈബ്രറി പണ്ട് നിറം മങ്ങി കിടന്നിരുന്ന പണ്ട് എല്ലാ കോഴ്സുകളും പോലെ പണ്ടുമുള്ള കോഴ്സാണിത്. പക്ഷെ ഇന്നിത് കുറച്ച് കളർഫുള്ളായിട്ട് തിരിച്ചു വരാൻ, അല്ലെങ്കിൽ പൂർവാധികം ശക്തിയോടുകൂടി ഈ കോഴ്സ് തിരിച്ചു വരുവാനുണ്ടായ കാരണം ഈ ഒരു കൺസ്ട്രക്റ്റിവിസം, ആ നോളജ് കൺസ്ട്രക്റ്റിവിസം, ആ ഒരു കാഴ്ചപ്പാടിലാണ്. അതുകൊണ്ട് എല്ലാ സ്ഥാപനങ്ങളിലും ഇപ്പം ലൈബ്രറിയൻസിൻ്റെ ആവശ്യം വന്നു. അതുകൊണ്ട് ഈ കോഴ്സിന് ഇപ്പം ഡിമാൻഡ് വന്നു. ഈ കോഴ്സിൻ്റെ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. ലൈബ്രറി സയൻസും ഇൻഫർമേഷൻ സയൻസും സെപ്പറേറ്റ് ആണോ അതോ ഇത് രണ്ടും ഒന്നാണോ? ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ടുമാണ്, അറ്റ് ദ സെയിം ടൈം ഒന്നുമാണ്. കാരണം ലൈബ്രറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പേര് പോലെ തന്നെ ഒരു വായനയ്ക്കുള്ള ഒരു സ്പേസ്. അവിടെ കുറേ പുസ്തകങ്ങൾ കാണും, നമുക്ക് വായിക്കാം. പക്ഷെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് അറിവെന്ന് പറയുന്നത് ഈ പുസ്തകങ്ങൾ മാത്രമല്ല, അവിടെ ഇൻഫർമേഷൻ, അതായത് കുറേ ഡേറ്റ. ഇപ്പം ഇലക്ട്രോണിക് യുഗമാണല്ലോ, ഇപ്പം എല്ലാം നമുക്ക് ഇൻ്റർനെറ്റിൽ വിരൽത്തുമ്പിൽ കിട്ടും. അപ്പം ഇങ്ങനെ കിട്ടുന്ന ഈ ഡേറ്റ എല്ലാം പ്രോസസ്സ് ചെയ്യണം, ഡേറ്റ കളക്ട് ചെയ്യണം. ഇതിനെ കളക്ട് ചെയ്ത് ഇതിനെ പല തരം തിരിക്കണം. ലാംഗ്വേജായിട്ട് ബന്ധപ്പെട്ടത് കാണും, സയൻസായിട്ട് ബന്ധപ്പെട്ടത് കാണും, സ്പോർട്സായിട്ട് ബന്ധപ്പെട്ട് കാണും. ഇതിനെല്ലാം തരം തിരിച്ചതിന് ശേഷം ഇതിനെല്ലാം ഈ ഉപയോഗിക്കുന്നവർക്ക്, കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഇതിനെ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കണം, അല്ലെങ്കിൽ പവർ പോയിന്റ് കാണേണ്ടതാണെങ്കിൽ ആ രീതിയിൽ അതിനെ സ്റ്റോർ ചെയ്യണം. അപ്പം ഈ
ലൈബ്രറി സയൻസ് എന്ന് പറയുന്നത് ഒരു ലൈബ്രറി എങ്ങനെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാം, അവിടെ വരുന്ന കാര്യങ്ങൾ പുസ്തകങ്ങൾ വാങ്ങിക്കണം. അപ്പോൾ അവിടെ പൈസ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നു, ഇതിനെ കാറ്റലോഗിൽ എഴുതി രജിസ്റ്റർ ചെയ്യണം. അതിനെ തരംതിരിക്കുന്ന രീതിയിൽ നമ്മൾ കാണാറുണ്ട്. നമ്മുടെ ലൈബ്രറിയിലെല്ലാം ഒരു പോക്കറ്റ് കാണും, ലൈബ്രറിയിൽ നിന്ന് കിട്ടുന്ന ബുക്കിൽ. അപ്പോൾ കുട്ടികൾക്ക് അത് ഇഷ്യൂ ചെയ്യുന്ന സമ്പ്രദായങ്ങൾ അതിനകത്ത് വേണം. അപ്പം ലൈബ്രറി സയൻസും ഇൻഫർമേഷൻ സയൻസും ഡേറ്റ പ്രോസസ്സിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് അത് രണ്ടും വേണം, പരസ്പര പൂരകങ്ങളാണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു റിസോഴ്സ്ഫുൾ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറുന്നത്. അപ്പം രണ്ടും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ടാണ്. ലൈബ്രറി ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഇൻഫർമേഷൻ ആൻഡ് ഇൻഫർമേഷൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ലൈബ്രറി. അറ്റ് ദ സെയിം ടൈം രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ആശയം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുക. ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്ന് പറയുന്ന ഈ കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അതിന് ബേസിക് ക്വാളിഫിക്കേഷൻ ഉണ്ടോ സാർ? തീർച്ചയായിട്ടും. നമ്മുടെ മറ്റെല്ലാ കോഴ്സുകൾ പോലെയും എല്ലാ കോളേജസിലും എല്ലാ യൂണിവേഴ്സിറ്റിയിലും കേരളത്തിനകത്തും പുറത്തും ഒക്കെ എല്ലാ കോളേജുകളും ഓഫർ ചെയ്യുന്ന ഒന്നാണ് ബാച്ചിലർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. നമ്മുടെ മറ്റ് ഡിഗ്രി പോലെ അതുപോലെ തന്നെ അതിന് തന്നെ മാസ്റ്റർ കോഴ്സ് ഉണ്ട്, മാസ്റ്റർ ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. അപ്പം ഒരു കുട്ടിക്ക് ഇവിടുത്തെ ഒരു ചെറിയ ഒരു വ്യത്യാസമുള്ളത്, ബാച്ചിലർ എന്നാണ് പേരെങ്കിലും സാധാ ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടിക്കാണ് ഈ ബാച്ചിലർഷിപ്പിന് പോകാൻ പറ്റുള്ളൂ. അതാണ് ഈ ലൈബ്രറി സയൻസിന്റെ മാത്രം പ്രത്യേകത. ബാച്ചിലർ ഓഫ് ലൈബ്രറി ആൻഡ് BLISC എന്ന് പറയുന്നു. അപ്പം ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഈ ബാച്ചിലർഷിപ്പ് ചെയ്യാം. ബാച്ചിലർഷിപ്പ് 3 വർഷമാണത്. അപ്പം അതിനുശേഷം അതിന്റെ PG മാസ്റ്റർ ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ കോഴ്സ് ചെയ്യാം, MLISC എന്ന് പറയും. അതിനുശേഷം അതിന്റെ മറ്റു കോഴ്സുകളെല്ലാം പോലെ അതിന്റെ MPhil ഉണ്ട്, അതിന്റെ PhD ഉണ്ട്, പോസ്റ്റ് ഡോക്ടറേറ്റ് അങ്ങനെ പോകുന്നു. അപ്പം സാധാരണഗതിയിൽ ഒരു സ്റ്റാൻഡേർഡായിട്ട് പറയുകയാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടിക്കാണ് നോർമലി ഇതിന്റെ ഒരു ഹയർ ലെവലിലേക്ക് പോകണമെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടിക്കാണ് പോസിബിലിറ്റി കൂടുതലുള്ളത്. എന്നാൽ +2 ഒക്കെ കഴിഞ്ഞ കുട്ടിക്കും സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ധാരാളമുണ്ട്. സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്ന് പറഞ്ഞ ചെറിയ കോഴ്സുകൾ, ഈ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് +2 കഴിഞ്ഞാലും മതി. പക്ഷെ ലോങ് റണ്ണിൽ നല്ല പോസ്റ്റിലേക്കൊക്കെ പോകണമെങ്കിൽ എപ്പോഴും ഡിഗ്രിയോ PG കോഴ്സോ ആണ് അഭികാമ്യം. ഡിഗ്രി കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിട്ട് അങ്ങനെ ഒരു ബ്രേക്ക് എടുത്ത ഒരാളാണെങ്കിൽ പിന്നെ ഈ ബാച്ചിലർ BLIS എന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഏജ് ലിമിറ്റ് അവിടെ ഒരു പ്രശ്നമാകുന്നുണ്ടോ? ഏജ് ലിമിറ്റ് വരുന്നില്ല. ഈ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് കോഴ്സിന് ഏജ് ലിമിറ്റ് വരുന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് കൂടുതലും എല്ലാ കോളേജസും ഓഫർ ചെയ്യുന്നുവെങ്കിലും കൂടുതലും കറസ്പോണ്ടൻസ് ആയിട്ടാണ് ഈ കോഴ്സ് പഠിക്കുക. ഇതിനകത്ത് അധികം ഒരു സയൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ വർക്ക്സ് ഒന്നും വരാത്തത് കൊണ്ട് നമ്മുടെ കേരളത്തിൽ IGNO ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി വളരെ സജീവമാണ്. കേരളത്തിൽ ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു കറസ്പോണ്ടൻസ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് IGNO എന്ന് പറയുന്നത്. അപ്പം IGNO ധാരാളം കോഴ്സുകൾ ഈ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ തന്നെ സർട്ടിഫിക്കറ്റ് ലെവലിൽ പ്രോഗ്രാംസ് കൊടുക്കുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ ബാച്ചിലർ ലെവലിൽ പ്രോഗ്രാംസ് കൊടുക്കുന്നുണ്ട്, PG ലെവലിൽ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാം. അപ്പം കൂടുതലും പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് ആ മേഖല കംഫർട്ടബിൾ ആയിട്ട് തോന്നായിക വന്ന് ഇനി ഫീൽഡിലൊന്ന് ചേഞ്ച് ചെയ്യണം, അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ വരുന്നവർക്ക് അവർക്ക് ഇത് കറസ്പോണ്ടൻസ് ആയിട്ട് ചെയ്യാം. കറസ്പോണ്ടൻസ് ആയിട്ട് ചെയ്ത് കോണ്ടാക്ട് ക്ലാസ്സുകളെല്ലാം ഉണ്ട്. അവർ പറയുന്ന അറ്റൻഡൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അവർ പറയുന്ന പോലെ അസൈൻമെൻറ്റുകളും ടെസ്റ്റുകളും എല്ലാം അപ്പിയർ ചെയ്യണം. അങ്ങനെ ഈ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയാൽ ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത, റെഗുലർ സ്ട്രീമിൽ പഠിച്ചാലും കറസ്പോണ്ടൻസ് ആയിട്ട് പഠിച്ചാലും സെയിം സർട്ടിഫിക്കറ്റ് സെയിം വാല്യൂ. അപ്പോൾ കൂടുതൽ പേരും കറസ്പോണ്ടൻസ് ആയിട്ടാണ് ഓപ്റ്റ് ചെയ്യുക. അപ്പം ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് തിരിച്ചു വരണമെങ്കിൽ എന്ന് വേണമെങ്കിലും ഈ കോഴ്സ് റീച്ച് ചെയ്യാം. ഏജ് ഒരു പ്രശ്നമേ അല്ല. പക്ഷെ
ജോലി നമുക്കിപ്പോൾ ടീച്ചറായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ജോലിക്ക് ഏജ് ബാർ ഉണ്ടെങ്കിൽ ആ ഏജ് ബാർ നോക്കി വേണം, അല്ലെങ്കിൽ ആ ഏജിൻ്റെ ഡ്യൂറേഷൻ നോക്കി വേണം നമ്മൾ ആയിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ അല്ലെങ്കിൽ റീജോയിൻ ചെയ്യാനായിട്ട്. ഈ കോഴ്സിലെ സിലബസിൻ്റെ സ്ട്രക്ചർ ഒന്ന് പറയാമോ സാർ? നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ലൈബ്രറി സയൻസും ഇൻഫർമേഷൻ സയൻസ് കൂടി ചേരുന്നതാണ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. അപ്പം ലൈബ്രറിയുടേതായിട്ടുള്ള ബുക്ക് വാങ്ങിക്കണം. അപ്പോൾ കുറച്ച് അക്കൗണ്ടിങ്, അപ്പോൾ അക്കൗണ്ടൻസി ഇതിനകത്തൊരു ഘടകമായിട്ട് വരുന്നുണ്ട്. അതിനുശേഷം ഇത് കാറ്റലോഗിങ് എന്ന് പറഞ്ഞ് തന്നെ ഒരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് കാറ്റലോഗ് ആക്കണം. അതായത് ഇത് ഹിസ്റ്ററിയിൽ വരുന്നതാണോ, മലയാളത്തിൽ വരുന്നതാണോ, ലിറ്ററേച്ചറിൽ വരുന്നതാണോ, അതിനനുസരിച്ച് തരം തിരിച്ച് ഓതറിൻ്റെ പേരനുസരിച്ച് പല രീതിയിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്ത് അതിനൊരു ലെപ്പൊക്കെ ആണെങ്കിൽ ബാർകോഡ് എന്ന് പറയും. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു കാറ്റലോഗിങ് അത് പഠിക്കണം. അതുപോലെ തന്നെ കുറച്ച് കമ്പ്യൂട്ടർ, ഇപ്പം എല്ലാം കമ്പ്യൂട്ടർ ഓറിയന്റഡ് ആയിട്ടായിരിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞ ബാർകോഡിങ് എല്ലാം കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ട് വരുന്നതാണല്ലോ. അപ്പം IT ഇതിനകത്ത് പഠിക്കണം, ലാംഗ്വേജസ് ഇതിനകത്ത് പഠിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞ വിഷയം ഇതിനകത്ത് വരും. അങ്ങനെ ഈ പറഞ്ഞ ലൈബ്രറി ആയിട്ട് ബന്ധപ്പെട്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഡാറ്റ പ്രോസസ്സിംഗ് ആയിട്ട് ബന്ധപ്പെട്ട സബ്ജക്ട്സ് ആണ് ഇതിനകത്ത് കൂടുതലായിട്ടും ഒരു കുട്ടിക്ക് പഠിക്കേണ്ടി വരിക. സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും നമുക്കറിയാം, ഒരു ലൈബ്രറിയനെ കണ്ടു കഴിയുമ്പോൾ ഈ കോഴ്സുകളൊക്കെ പൂർത്തിയാക്കി വന്ന ഒരാളായിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ സ്കൂളിലോ കോളേജിലോ ഒരു ലൈബ്രറിയൻ എന്നതിലുപരി വേറെന്തെങ്കിലും ഒരു ജോലി സാധ്യത ഈ കോഴ്സ് തരുന്നുണ്ടോ നമുക്ക്? തീർച്ചയായിട്ടും. നമ്മുടെ നാട്ടിൽ സ്കൂളുകളിലൊന്നും പണ്ട് അത്ര പ്രാധാന്യം കൊടുത്തിരുന്നില്ല. സ്കൂളിലും കോളേജിലും എല്ലാം അത്ര പ്രാധാന്യം കൊടുത്തിരുന്നില്ല. കോളേജിലെല്ലാം നമ്മൾ ലൈബ്രറിയൻ പല കാറ്റഗറീസ് ഉണ്ട്. ലൈബ്രറിയൻ ഗ്രേഡ് 1, 2, 3, 4. അപ്പം നമ്മൾ ലൈബ്രറിയിൽ ഇരിക്കുന്ന ആളെ ലൈബ്രറിയൻ എന്ന് വിളിക്കും. അപ്പം പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ഇപ്പം പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു നോളജ് എക്സ്പ്ലോഷൻ്റെ കാലമാണല്ലോ. അതുകൊണ്ട് ഇപ്പം എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും നിർബന്ധമാണ് ലൈബ്രറിയൻ വേണം, അതും ക്വാളിഫിക്കേഷനുള്ള ലൈബ്രറിയൻ വേണം എന്ന് നിർബന്ധമുണ്ട്. അപ്പം അങ്ങനെ സ്കൂളുകളിലും കോളേജസിലെല്ലാം ഈ പറഞ്ഞ പോലെ ക്ലാസ് 1 ലൈബ്രറിയൻ തന്നെ വേണം എന്ന നിബന്ധന വന്നതുകൊണ്ട് ഈ കോഴ്സ് ധാരാളമായിട്ട് ആളുകൾ, ജോലിയുള്ളവർ പോലും, നമ്മൾ ലൈബ്രറിയനാണെന്ന് കരുതിയിരുന്ന ക്ലാസ് 4 ആളുകൾ പോലും 3 ആകണം, 2 ആകണം, 1 ആകണം, അങ്ങനെ അവർ അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യം വന്നതുകൊണ്ട് ധാരാളം ആളുകൾ ഇതിന് ഓപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. കൂടാതെ സ്കൂളുകളിലും പറഞ്ഞ പോലെ കോളേജുകളിലും മാത്രം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രമല്ലാതെ മ്യൂസിയങ്ങളിൽ, ധാരാളം മ്യൂസിയങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അതിനകത്ത് ഈ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് പഠിച്ച ആളുകൾക്ക് ജോലി സാധ്യതയുണ്ട്. പിന്നെ പുരാവസ്തു ഗവേഷണ കേന്ദ്രങ്ങൾ അതുകൊണ്ട് അവിടെയും ഈ പറഞ്ഞ പോലെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെ സൂക്ഷിക്കുന്ന, ഇത് പ്രിസർവ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഓൾഡ് മോണുമെന്റ്സ് എല്ലാം പ്രിസർവ് ചെയ്യുന്നത്. അപ്പം അവിടെ ധാരാളമായിട്ട് തൊഴിലവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാടൻ പ്രദേശങ്ങളിലെല്ലാം ഗ്രാമീണ വായനശാലകളും അങ്ങനെയെല്ലാം ധാരാളമായിട്ടുണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ. അപ്പം ഇങ്ങനത്തെ നാടൻ വായനശാലകൾ, ഗ്രന്ഥശാലകളിൽ പോലും ഇപ്പം ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് എങ്കിലും ചെയ്ത ആളുകൾക്കാണ് അവിടെ മുൻഗണന കൊടുക്കുന്നത്. അപ്പം സ്കൂൾ കോളേജ് തലത്തിൽ മാത്രമല്ലാതെ ധാരാളമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആവശ്യം വരുന്ന ഒരു വിഭാഗം കൂടിയാണ് ഈ ലൈബ്രറിയന്മാർ. പൊതുവെ കേട്ടുവരുന്നത് BLib അല്ലെങ്കിൽ MLib എന്നുള്ള കോഴ്സുകളെ കുറിച്ച് കേട്ടുവരുന്നുണ്ട്. അതും BLISC അല്ലേ? ഈ രണ്ട് കോഴ്സുകളും തമ്മിലൊന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ താരതമ്യം ചെയ്യുമ്പം പല കോഴ്സുകളും സെയിം കോഴ്സുകൾ തന്നെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഇപ്പം MA ആണ് ഒരു യൂണിവേഴ്സിറ്റിയിലെങ്കിൽ അത് ചിലപ്പം MS ആയിരിക്കും വേറൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പം. അപ്പം അത് ഇവർ അടിസ്ഥാനമായിട്ട് ചിലർ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിനെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്, ചിലർ വേറൊരു യൂണിവേഴ്സിറ്റിനെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ച് ഇപ്പം നമ്മൾ ഇംഗ്ലീഷിനെ തന്നെ അമേരിക്കൻ ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പോലെ. അപ്പം ഇതിനകത്തൊരു ചെറിയ വ്യത്യാസമുള്ളത്
ആ ഇൻഫർമേഷൻ സൈഡിന്, കമ്പ്യൂട്ടർ സൈഡിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷെ ലൈബ്രറി പാർട്ട് നോക്കുമ്പം രണ്ടിലും സെയിം ആണ്. ബി ലിബിനും എം ലിബിനും എം ലിബിനും തമ്മിലുള്ള വ്യത്യാസം കൂടുതലായിട്ടും ആ ഒരു കമ്പ്യൂട്ടർ ആസ്പെക്റ്റിലാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ ജോലി സാധ്യതയ്ക്ക് ക്വാളിഫിക്കേഷൻ വൈസ് നോക്കുമ്പം ഇത് രണ്ടും സെയിം ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് ഒരു ക്വാളിറ്റി വൈസ് നോക്കുന്നത്. അപ്പം ഇത് രണ്ടും കഴിഞ്ഞവർക്ക്, ബി ലിബും എം ലിബും കഴിഞ്ഞവർക്കും ഈക്വലൻ്റ് ആണ് BLICയും MLICയും ഈക്വലൻ്റ് ആണ്. ഏത് ജോലി പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ, ജോലിയുടെ ക്വാളിഫിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ മോർ ഓർ ലെസ് സെയിം ആണ്. എന്തൊക്കെ സ്വഭാവ സവിശേഷതയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു ലൈബ്രറിയൻ കോഴ്സിലേക്ക് വരാനുള്ള ഒരു സ്കോപ്പ് കൂടുതലായിട്ട് കാണുന്നത്? സ്കോപ്പ് ഈ പറഞ്ഞ പോലെ ഒരു മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലമാണല്ലോ. അതായത് ഡാൻസ് കളിക്കാൻ താല്പര്യം, പാട്ട് പാടാൻ താല്പര്യം, കണക്ക് ചെയ്യാൻ താല്പര്യം, സ്പോർട്സിൽ താല്പര്യം, എഴുതാൻ താല്പര്യം, അങ്ങനെ കുട്ടികളുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് കണ്ടുപിടിക്കുക, ഏതാണോ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് അവിടെ പരിപോഷിപ്പിച്ച് ഒരു കൈത്താങ്ങ് കൊടുത്ത് കയറ്റിവിടുക, അങ്ങനെ ഒരു യുഗത്തിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. അപ്പം കുറച്ച് ഇൻട്രാ പേഴ്സണൽ, കുറച്ച് എഴുതാനും ഉള്ളിൽ നിന്നും പുറത്തേക്ക് കഴിവ് കൊണ്ടുവരുന്ന ഇൻട്രാ പേഴ്സണൽ മോഡുള്ളവർ, കുറച്ച് എഴുതാനും വരയ്ക്കാനും പ്രസംഗിക്കാനും അങ്ങനെയൊക്കെ കഴിവ് കൂടുതലുള്ളവർക്ക്, അവർക്ക് ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് കൂടുതലുള്ളവർക്കായിരിക്കും കൂടുതൽ ഈ ഫീൽഡ് വഴങ്ങുക എന്ന് കരുതിക്കൊണ്ട് ഇതൊരു കോമൺ ടോപ്പിക് ആയതുകൊണ്ട് കൂടുതൽ ആളുകൾക്കും യോജിക്കും. എങ്കിലും ഇപ്പം നമ്മൾ സ്പെസിഫിക് ചെയ്യണമെങ്കിൽ ഇൻട്രാ പേഴ്സണൽ, ഉള്ളിൽ നിന്നും പുറത്തേക്ക് എഴുതാൻ വരയ്ക്കുവാൻ, അതുപോലെ തന്നെ നല്ല ഒബ്സർവേഷൻ, ക്ഷമ, പേഷ്യൻസ്, ഇങ്ങനെയൊക്കെയുള്ള ചില സവിശേഷതകളുള്ള കുട്ടികൾക്ക് കൂടുതൽ ഈ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ കോഴ്സ് സ്യൂട്ടാകും എന്ന് വിചാരിക്കുന്നു. ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്ന കോഴ്സിന് ശേഷം ഒരു കുട്ടിക്ക് ഈ കോഴ്സ് ശരിക്കും ഒരു ജോലി വാഗ്ദാനം ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ലൈബ്രറിയനെല്ലാം കോർണർ ചെയ്ത് ഒരു ചെറിയ വലിയ ശമ്പളമൊന്നും ഇല്ലാത്ത ചെറിയൊരു ജോലിയായിട്ടായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ മാറി. ഇപ്പം പറഞ്ഞ പോലെ ഓരോ ഡെവലപ്മെൻ്റൽ സ്റ്റേജിനനുസരിച്ചും ഈ എഡ്യൂക്കേഷനിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരിലും ഈ മാറ്റം വരും. സ്കൂളുകൾ അവരുടെ സ്റ്റാറ്റസ് മാറി, സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ ക്വാളിഫിക്കേഷൻസും സ്റ്റാറ്റസും എല്ലാം മാറി. കോളേജുകളിൽ ഇപ്പം നെറ്റ് ഒക്കെ നിർബന്ധമായി എന്ന് പറഞ്ഞതുപോലെ ഈ ലൈബ്രറിയൻ ഈസ് ഇക്വലന്റ് ടു എ പ്രൊഫസർ, അല്ലെങ്കിൽ ഇക്വേഷൻ ടു ആൻ അസോസിയേറ്റ് പ്രൊഫസർ. അപ്പം ലൈബ്രറിയനും ഈ പറഞ്ഞ പോലെ നെറ്റ് എക്സാം എല്ലാം വന്ന് ലൈബ്രറിയൻ നെറ്റ് പാസ്സായ ക്ലാസ് 1 ലൈബ്രറിയന് ഇപ്പം ഒരു ലെക്ചററിൻ്റെ അല്ലെങ്കിൽ പ്രൊഫസറിൻ്റെ അതേ സാലറി തന്നെ ലഭിക്കും. അതുകൊണ്ട് വലിയ സ്കൂളിലെ ലൈബ്രറിയൻ ഈസ് ഇക്വലന്റ് ടു എ ടീച്ചർ. അതുകൊണ്ട് ഒട്ടും താഴെയല്ല ഈ പോസ്റ്റ്. പ്ലസ് ടീച്ചേഴ്സിൻ്റേതായിട്ടുള്ള ഒരു ബേർഡൻ, അതായത് നോട്ട് ബുക്ക് നോക്കി കൊടുക്കണം, കുട്ടികളുടെ മറ്റ് ആക്ടിവിറ്റീസിനെല്ലാം സപ്പോർട്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിന്നെല്ലാം ഒരു റിലാക്സുമാണ്. ധാരാളം വായിക്കാനായിട്ട് സാധിക്കും. അപ്പം അതെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നല്ല ഹൈ സാലറിയോട് കൂടി ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല പ്രൊഫഷനാണ് ഈ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്ന കോഴ്സിനെ കുറിച്ചും അതിൻ്റെ കരിയർ സാധ്യതകളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അതെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. കരിയർ ഗ്രാഫിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരെ നന്ദി, നമസ്കാരം.